സംഭവം പെരുന്നാളൊക്കെയാണ്, പള്ളിയിലൊക്കെ പോകണം ശരി തന്നെയാണ്. പക്ഷെ ഇമാതിരി ഹറാത്തിലെ സാധനം ഇട്ടുകൊണ്ട് പള്ളിപ്പറമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ മിമ്പറിലിരിക്കുന്ന ഉസ്താദ് ജമ്പ് ചെയ്ത് വന്നിട്ട് നിന്റെ മണ്ടക്കെട്ട് തരും. അതൊക്കെ കൊണ്ട് പള്ളിയിൽ ഇട്ടുകൊണ്ട് പോകണ്ട, പള്ളി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലൊക്കെ. ഇങ്ങനത്തെ ഐറ്റംസ് പള്ളിക്ക് കൂടാൻ പറ്റൂല, പള്ളിക്ക് ശേഷം ഓടാൻ പറ്റൂല. പള്ളിക്കിട്ട ഉസ്താദിന്റെ മിമ്പർ എന്നുള്ള ജമ്പ് ഉണ്ടാവും, അതല്ലേ പ്രശ്നം. ഇന്ന പള്ളിക്ക് പുറത്ത് കിട്ടാലും പള്ളിന്റെ ഉള്ളിൽ കിട്ടാലും ഉസ്താദിനെ പഠിച്ച പടച്ചോന്റെ ലുക്ക് പോലും ഉണ്ടാവൂല. പടച്ചോന്റെ ലുക്ക് ഉണ്ടാവൂല എന്ന് പറഞ്ഞത് പടച്ചോന്റെ റസൂലിന്റെ വാക്കാണ്. നെര്യാണിക്ക് താഴെയായിട്ട് ഒരാൾ അഹങ്കാരത്തോട് കൂടിട്ടോ അറിയാതെ സംഭവിച്ചു പോകണുണ്ടോ, അതല്ല പറയണത്. മനഃപൂർവ്വം നെര്യാണിക്ക് താഴെ വസ്ത്രം അഴിച്ച് നടന്നാൽ ഓഞ്ഞിലേക്ക് അള്ളാഹു നോക്കൂലാന്ന് നിങ്ങളെ മനസ്സിലിപ്പോ വന്നിക്കണത്. ഒന്ന് പോയി പണി നോക്കി ചേർക്ക, ജന്റെ പണി നോക്കി, ഞങ്ങളെ പണി നോക്കിക്കൊണ്ട് എന്നാണെങ്കില് അള്ളാഹ്ക്ക് ഫ്രീക്കന്മാരെയും ലുക്കിൽ നടക്കുന്നവരൊക്കെ ഇഷ്ടം തന്നെയാണ്. ഇന്നല്ലാഹ ജമീലും യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. അള്ളാഹു തന്റെ അടിമയിൽ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഒരാൾ ഇങ്ങനെ മോഡലായി ഫ്രീക്കായി നടക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ആ ഫ്രീക്കും മോഡലും നമുക്ക് പറ്റിയ കോലത്തിലാവണം. ഇപ്പൊ നെര്യാണിക്ക് താഴെയുള്ള ഒരു ഫാൻ്റ് ആണെങ്കിൽ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അടി വെട്ടിക്കളയാ. ഇപ്പൊ ബാഗി ഫാൻ്റ് തന്നെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് മടക്കി വെച്ച നെര്യാണിക്ക് മുകളിലായി. അപ്പൊ അങ്ങനെ ഹിക്മത്തിലൂടെ തന്ത്രങ്ങളിലൂടെ വസ്ത്രം അണിയാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ അഹങ്കാരത്തോട് കൂടി തന്നെയാണ് എനിക്ക് നെര്യാന്റെ അടിയിൽ എന്നെ താഴ്ത്തിയിട്ട് നടന്നാലേ ശരിയാവൂ എന്നുള്ളതാണെങ്കിൽ ഉസ്താദിന്റെ ജമ്പിന്റെ പുറമെ അള്ളാന്റെ ലുക്കും ഉണ്ടാവില്ല. അറിയാതെ സംഭവിച്ചു പോണത് നോ പ്രോബ്ലം. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തുണി നെര്യാണിക്ക് അടിയിലായപ്പോ ഒരു സ്വഹാബി അത് ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ അബൂബക്കറെ, നെര്യാന്റെ അടിയിലാണോ തുണി കിടക്കുന്നത് എന്ന്. അബൂബക്കർ ഒന്ന് പടച്ച റബ്ബാണേ സത്യം, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ എൻ്റെ ഇത് സംഭവിച്ചു പോയതാണ് എന്ന്. അപ്പൊ അങ്ങനെ അറിയാത്ത രീതിയിൽ താഴ്ന്നു പോണതല്ല പ്രശ്നം. മനഃപൂർവ്വം നെര്യാണിക്ക് അടിയിലാണെങ്കിൽ ലാ യൻദുറു അല്ലാഹു, അള്ളാഹു അവനിലേക്ക് നോക്കൂല. അപ്പൊ അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.